ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു ഒരു മാസത്തോളമായി ഒരു ലോങ് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ഓർത്ത് നോക്കിയത് നമുക്കൊരു ലോങ് വീഡിയോ ആക്കി ഇടാണ്. സ്പെഷ്യൽ ഡേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൺ ബ്രദറും ബ്രദറിൻ്റെ ബേബിയും ചേച്ചിയും എല്ലാവരും ഇന്നൊരു ഉച്ചച്ചരിയാകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലെത്തും. നമ്മൾ ലിയോ എന്നാണ് ബേബിയുടെ പേര്. ലിയോ കുട്ടനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ വീഡിയോ കോൾ വഴിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അവൻ UK യിലായിരുന്നു അവരുടെ ഡെലിവറിയും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് എല്ലാം വീഡിയോ കോൾ വഴിയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരിട്ട് അവനെ കാണും, നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം സോ എക്സൈറ്റഡ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് അവൻ വരുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇവിടെ കുറച്ച് ഡെക്കോറൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. വാ. ഇങ്ങനെയാണ് റൂമിൽ അവനെ ബെഡിൽ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇതെടുത്ത് മാറ്റും അവൻ വരുമ്പോഴത്തേനും. ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ ഒരു ലുക്കിന് വേണ്ടി വെച്ചത് ഇവളെല്ലാം കൂടെ. ഇത് ഇപ്പം നമ്മൾ ഹാളിലൊക്കെ കിടക്കുമ്പോൾ ഇതൊക്കെ വിരിച്ച് അകത്തെ കിടത്താം. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ക്യാരി ചെയ്ത് പോവാം. പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്ത് കൊതുകടിയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. അങ്ങനെ 3 എണ്ണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സും അങ്ങനെ അതുപോലത്തെ സാധനങ്ങളൊക്കെ. നമ്മുടെ ഡെക്കറേഷൻ സിമ്പിളാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഈ സിമ്പിളിനെ സിമ്പിളാക്കാൻ പറ്റിയ സിമ്പിൾ കാര്യം ഈ ഒരു ബലൂൺസ് മാത്രമാണ്. നമ്മുടെ ലിയോ കുട്ടൻ ബോയ് ആയതുകൊണ്ട് ബ്ലൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ബ്ലൂ മാത്രം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു ഭംഗിയില്ല. അപ്പോൾ അതിനെ ഇച്ചിരി കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് ബലൂൺസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിവേ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ടൈ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചത് ഇത് വേണ്ടായിരുന്നു എന്നാണ്. കാരണം ഒരു ബലൂൺ പൊട്ടുമ്പം നമ്മളാണേലും പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോവും. അപ്പോൾ അവൻ ഹാളിൽ കയറി കഴിയുമ്പോൾ എങ്ങാനും ഒരു ബലൂൺ വല്ലതും പൊട്ടിയാലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ ഓർത്ത് ഒരെണ്ണം പോലും പൊട്ടലേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ചണ്ട പിന്നം കിട്ടി. നമ്മളിങ്ങനെ ലെറ്റേഴ്സ് വാങ്ങിച്ചായിരുന്നു അവൻ്റെ പേരെഴുതാൻ വേണ്ടി. പക്ഷേ അവിടെ എല്ല് തീർന്നു പോയതുകൊണ്ട് ടീം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ടീയെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പേര് സെറ്റാക്കണം. അങ്ങനെ ടീയെ നമ്മൾ ആൾമാറാട്ടം നടത്തി എല്ലാക്കി. ഇനി നമുക്ക് വെൽക്കം സെറ്റാക്കണം. വെൽക്കം സെറ്റാക്കാൻ ഒരു സൂചി നൂലും കിട്ടും. നൂലല്ല, റിബൺ. ഈ റിബൺ വെച്ച് വേണം നമ്മൾ ഈ വെൽക്കം മൊത്തം അതിൻ്റെ അകത്ത് കോർത്തി ഇടാൻ. പക്ഷേ ഞാനിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു രസമില്ലായിരുന്നു അത് ഇരിക്കുന്ന കാണാൻ. ആ റിബൺ ഇങ്ങനെ വന്നത് കാണാൻ. ചിലപ്പോൾ ഞാൻ വെച്ചതിൻ്റെ ആയിരിക്കാം, എനിക്കെന്തോ ഇഷ്ടപ്പെടില്ല. ഞാൻ ഏറ്റവും അവസാനം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നതിൻ്റെ അകത്ത് റിബൺ ഇല്ല. അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് വെൽക്കം ലിയോ എന്ന് എഴുതി വെച്ചേക്കുന്നത്. എഴുതിയല്ല, ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ. അങ്ങനെ ഫൈനലി ലിയോയുടെ വീട്ടിലെത്തി. ലിയോ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാലും എല്ലാവരും ഫസ്റ്റ് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവനെ കൈമാറി ഏറ്റവും അവസാനം അവൻ എഴുന്നേറ്റു. നമ്മുടെ വീട്ടിലാ വന്നേ, ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ? പൊന്നിന് വീടാണ്. ഹായ് ഗായ്സ്, ലിയോ കുട്ടനാണ് സംസാരിക്കുന്നത്. ഞാൻ വന്നതിന് വേറെ ഉദ്ദേശം കൂടിയുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോയിൽ കുഞ്ഞാണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊന്ന് ഇറങ്ങട്ടെ, നല്ല യാത്രാശീലമുണ്ട്. അതുവരേക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താളേ. ബൈ.